ഞാൻ അക്സ തന്നെ എലിസബത്ത്. ഞാൻ വിളിച്ചത്, സാർ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? ബൈബിളിലായിട്ട് ചെറുത്താൻ എഴുതി വെച്ചിരിക്കുന്ന 2 പേജുകളുണ്ടെന്നാ. ഇത് തമാശയൊന്നുമല്ല. കാരണം ഞാനിതൊരു 10 വർഷം മുമ്പ് കേട്ടതാണ്. അപ്പം കഴിഞ്ഞ ദിവസം അത് ഓർമ്മിപ്പിക്കത്തക്ക വിധത്തിൽ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് സാറിനെ വിളിച്ച് പറയണമെന്ന്. അപ്പം നമ്മുടെ സമ്പൂർണ്ണ ബൈബിൾ, അതായത് പഴയ നിയമവും പുതിയ നിയമവും ഒന്നിച്ചുള്ള POCയുടെ ബൈബിൾ, കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ ഉപയോഗിക്കുന്ന ആ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ പേജ് ബൈബിളിന് എഴുതിയിരിക്കുന്ന ഇതായിരിക്കും. ആരാണത് തയ്യാറാക്കിയിരിക്കുന്ന, വിവർത്തനം തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജിലായിട്ട് ഈ ബൈബിളിൻ്റെ പതിപ്പുകൾ, എപ്പോഴാണ് ആദ്യത്തെ ഫസ്റ്റ് എഡിഷൻ നടന്നത്, സെക്കൻഡ് എഡിഷൻ നടന്നത്, മുതലായ കാര്യങ്ങൾ, പിന്നെ എഡിറ്റോറിയൽ ബോർഡിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പ്രസ്താവന എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേജുണ്ട്. ആ പേജിലായിട്ടാണ് എന്നാണ് ഈ ബൈബിള് ആൾക്കാർക്ക്, ഇടവക അംഗങ്ങൾക്കൊക്കെ വേണ്ടി ഇത് തർജ്ജമ ചെയ്യപ്പെട്ട് ഇത് കൊടുത്തത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിലായിട്ട് ഉള്ളത്. അപ്പം ഈ പേജാണത്ര ചെറുത്താൻ കൊണ്ട് വെച്ച പേജ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10 വർഷം മുമ്പ് ഞാനത് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് കേട്ട ആ ഒരു ഇൻസിഡൻ്റ് ആണ് പറയണത്. ഒരു 10 വർഷം മുമ്പ് എൻ്റെ സുഹൃത്തുക്കളും അവരുടെ അമ്മായിമ്മമാരും അമ്മമാരും എല്ലാവരും കൂടി ഞങ്ങളൊന്ന് മലയാറ്റൂരൊന്ന് കയറാൻ പോയി. മലയാറ്റൂർ കയറാൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ കൂട്ടത്തിലെ ഒരു ആൻറ്റി പറഞ്ഞു, കണ്ടില്ലേ, തോമസ് ലിയോ വന്നപ്പോൾ ബൈബിളും കൊണ്ടാണ് വന്നത്. തോമസ് ലിയോയുടെ കയ്യിലായിട്ട് ഒരു ബൈബിൾ ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ തോമസ് ലിയോയുടെ ആ സ്റ്റാച്യൂവിലായിട്ട് ഒരു ബുക്ക്, ഒരു പുസ്തകം പോലെ ഒരു സംഭവം ഇരിപ്പുണ്ട് ആണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കേട്ട ഞങ്ങളുടെ ഏജിലുള്ളവരൊക്കെ ഞങ്ങളൊന്ന് ചിരിച്ചിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അതിന് ആൻറ്റി, തോമസ് ലിയോ വന്നത് 52 AD-യിലെങ്ങാണ്ടാണ്. അന്ന് ബുക്കൊന്നും ഇല്ല, താളിയോലകളും ചുരുളുകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ബുക്കൊക്കെ അത് കഴിഞ്ഞിട്ട് പ്രതീകാത്മകമായിട്ട് അത് വരച്ച് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ആൻറ്റിക്ക് ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല. അതുമല്ല, ഈ ആൻറ്റി വേറെ ഒരു നല്ലൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻറ്റി അപ്പോൾ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിയോട് ആരോ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷത്തിലായിട്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ദൈവവചനം മുഴങ്ങി കേട്ടില്ലെങ്കിൽ അതായത് ശാപം ഉണ്ടാകും. നിങ്ങളുടെ വീട്ടിലായിട്ട് കുറേ കഷ്ടതകളുണ്ട്. അപ്പോൾ കഷ്ടതകളൊക്കെ ഇങ്ങനെ ദൈവവചനം വായിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. നിങ്ങളുടെ പൂർവികർ വചനമൊന്നും അധികം വായിച്ചിട്ടില്ല, അന്നൊന്നും ബൈബിളൊന്നും യൂസ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ പോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൻറ്റി നോക്കിയപ്പം അത് ശരിയാണ്, നേരാണ്. അന്ന് ഏതാണ്ട് പുതിയ നിയമം ബൈബിൾ മാത്രമേ ആൻറ്റിയുടെ വീട്ടിലായിട്ട് ഉണ്ടായിരുന്നുള്ളൂ, ആൻറ്റിയുടെ കുട്ടിക്കാലത്ത്. അപ്പോൾ അന്ന് ഈ 10 വർഷം മുമ്പ് ആ ആൻറ്റിക്ക് ഒരു 60 വയസ്സോളം ഉണ്ട്. ഇപ്പോൾ ഒരു 70 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെ പറഞ്ഞു. അപ്പം ശരിയാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ആൻറ്റി ബൈബിള് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും വർഷത്തെ തലമുറയ്ക്ക് കിടക്കുന്ന ആ ശാപങ്ങളും അതുപോലെ തന്നെ ഇനിയുള്ള മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന വിപത്തുകൾക്കും എല്ലാം ഒരു അറുതി വരും. അതുകൊണ്ട് ആൻറ്റി ബൈബിള് എഴുതാൻ പറഞ്ഞു. എഴുതി കഴിയുമ്പം ഇത് ചെയ്യുന്നു പറഞ്ഞു. ഇത് ഒരു അച്ഛന്മാരും ഒന്നും പറഞ്ഞതല്ല, അതായത് ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിലായിട്ട് ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്ന ഒരു സ്ത്രീ പറഞ്ഞു കൊടുത്താണ് ഇവർക്ക്. അപ്പോൾ അവർ കൗൺസിലിങ്ങിനും ഒക്കെ പോകാറുണ്ട്. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് സയൻറ്റിഫിക്കൽ രീതിയിലുള്ള കൗൺസിലിംഗ് ഒന്നും അല്ല. എന്താണ്, ഈ കുറച്ച് നാൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു മാനസാന്തരം ഉണ്ടാവും. മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ബൈബിൾ മൊത്തം കാണാപ്പാടം പറയുന്ന ഓരോ കൂട്ടരുകളുണ്ടല്ലോ. ഈ വചനം ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ബ്ലുബ്ലാന്നും പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ. പിന്നെ അവരോരോരുത്തരുടെ ഭാവിയൊക്കെ പ്രവചിക്കാൻ തുടങ്ങും. പിന്നെ അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരാണ് ഈ ധ്യാന കേന്ദ്രത്തിലായിട്ട് കൂടുതലുമുള്ള ഈ കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ഇതിലായിട്ടുള്ളത്. അതിൽ ചിലപ്പോൾ അധ്യാപകരുണ്ടാകും, നല്ല രീതിയിലായിട്ട് ജോലി ചെയ്ത് റിട്ടയർ ചെയ്തവരുണ്ടാകും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ സൈക്കോളജിസ്റ്റിനെയും ഒക്കെ വെക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് പരിചയമുള്ള കുറച്ച് പേരെ ഇങ്ങനെ
സർവീസായിട്ട് ഇങ്ങനെ പോകാറുണ്ട്, ഈ കുടുംബധ്യാനത്തിനൊക്കെ പോകാറുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇവരാരാണ്ട് പറഞ്ഞ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആൻറ്റി ബൈബിൾ എഴുതി തുടങ്ങിയത്. ഈ ബൈബിൾ എഴുതി തുടങ്ങിയപ്പോൾ തൊട്ടേ വീട്ടിൽ പ്രശ്നങ്ങളാണ്. കാരണം ഈ ആൻറ്റി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് ബൈബിൾ എഴുതാൻ തുടങ്ങും. വീട്ടുപണിക്കൊന്നും ഈ ആൻറ്റി കൂടത്തില്ല. മരുമകൾ തന്നെയാണ് ചെയ്യുന്നത്. എപ്പോഴും ഈ ബൈബിൾ എഴുത്താണ്. അപ്പോൾ ഇവർക്ക് വീട്ടിൽ നിന്ന് ഒരിടത്തോട്ടും പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം ഈ ആൻറ്റീനെ തന്നെ ഇരുത്തിയിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ അവർക്ക് പുറം യാത്രകളെല്ലാം കുറഞ്ഞു. അപ്പോൾ വീട്ടിൽ എന്ത് പറഞ്ഞാലും ഈ പ്രശ്നമാണ്. ഈ ആൻറ്റി ഇരുന്ന് ബൈബിൾ ഇരുന്ന് ആദ്യം തൊട്ടേ ഇരുന്ന് എഴുത്താണ്. അപ്പം ഈ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ഒരു കാര്യം ചെയ്യുക, ഈ തോമസ്ലിയ വന്നപ്പം ബൈബിളൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. തോമസ്ലിയയുടെ ഭാഷയിലാണ് ഇങ്ങോട്ട് വന്നത്. അത് ചിലപ്പോൾ വല്ല മാപ്പോ വല്ലോ ആയിരിക്കും. തോമസ്ലിയ എത്രയും നടന്നു വന്നതല്ലേ അവിടുന്ന്. അപ്പോൾ വഴി തെറ്റാണ്ട് ഇവിടെ എത്താനുള്ള വല്ല മാപ്പോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ആൻറ്റി ഈ ബൈബിൾ എടുത്തിട്ട് ഈ പേജ് ഒന്ന് വായിച്ചു നോക്ക്. ഈ പേജിലായിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാണ് ബൈബിള്, അതായത് പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർന്ന സമ്പൂർണ്ണ ബൈബിള് കത്തോലിക്കാ സഭയിലായിട്ട് അച്ചടിച്ച് വിതരണം നടത്തിയെന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ PSCക്കൊക്കെ പഠിക്കുമ്പം ഈ ആദ്യത്തെ മലയാള ബൈബിള് എന്നാണ് എന്ന് ചോദിക്കുമ്പം നമ്മൾ പറയുന്നത് 1811 എന്നാണ്. കാരണം അന്ന് മുംബൈയിലെ ഒരു പ്രസ്സിലായിട്ടാണ് അത് അച്ചടിച്ചത്. പക്ഷെ അത് അധികം യൂസ് ചെയ്തിട്ടില്ല. കാരണം അതിലായിട്ട് തമിഴ് ഭാഷയുടെ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും മലയാളം ബൈബിൾ വിവർത്തനങ്ങൾ കുറേയൊക്കെ നടന്നു. പക്ഷേ അവസാനം എനിക്ക് തോന്നുന്നത് 1910 തോന്നുന്നു സത്യവേദ പുസ്തകം എന്ന പേരിലായിട്ട് ഒരു ബൈബിള് പ്രസിദ്ധീകരിച്ചു. പക്ഷെ അത് കത്തോലിക്ക സഭയും അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയെയും ഒഴിച്ചുള്ള ബാക്കിയുള്ള സഭകളിലായിട്ടാണ് ആ ബൈബിള് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് കത്തോലിക്ക സഭ ഈ വിവർത്തന രംഗത്തേക്ക് വന്നത് എനിക്ക് തോന്നുന്നത് 1935 ആ കാലഘട്ടത്തിലിങ്ങാണ്ട് ആയിരുന്നു. അപ്പം മഞ്ഞുമൽ പരിഭാഷയാണ് മലയാളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സഭയുടെ ബൈബിള്. ഇതിനെ വീണ്ടും റെഡിയാക്കി അതിൻ്റെ ഭാഷയിലുള്ള കുറേ പോരായ്മകളൊക്കെ മാറ്റിയിട്ടാണ് വീണ്ടും അച്ചടിച്ച് 1978 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി 1981 ആയപ്പോഴത്തേക്കും 1-ാം പതിപ്പ് അവർ പ്രസിദ്ധീകരിച്ചത്. അത് ആ 1-ാം പതിപ്പ് കൂടുതലും ജനങ്ങളിലേക്ക്, ഇടവകാംഗങ്ങളിലേക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. സെമിനാരികളിലും ഈ അച്ഛന്മാരുടെ കയ്യിലും കന്യാസ്ത്രീകളുടെ കയ്യിലും ഒക്കെ ആയിരുന്നു. കാരണം അവരത് വായിച്ചിട്ടും അതുപോലെ തന്നെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്കോളേഴ്സ് ആയിട്ടുള്ള അധ്യാപകരുടെ കയ്യിലേക്കൊക്കെയാണ് ഇത് പോയത്. അപ്പോൾ അവരത് വായിച്ചിട്ട് അതിലുള്ള പോരായ്മകളെല്ലാം അറിയിച്ചിട്ട് അടുത്ത പതിപ്പ് 2-ാം പതിപ്പ് അത് കഴിഞ്ഞിട്ടാണ് അവരത് ചെയ്തത്. അതിനുശേഷമാണ് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് വന്നത്. അപ്പോഴത്തേക്കും 1990 കാലഘട്ടമൊക്കെ അതൊക്കെ ആ പ്രസ്താവന എന്ന പേജിലായിട്ട് കൃത്യമായിട്ട് ഏകദേശം ഇത്രയും ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും അത് മനസ്സിലാകത്തക്ക രീതിയിലായിട്ട് ഇതെല്ലാം ആ പ്രസ്താവന എന്ന് പറയുന്ന ആ പേജിലായിട്ട് കൃത്യമായിട്ട് കിടപ്പുണ്ട്. അപ്പം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ഇതെടുത്തൊന്ന് വായിച്ചു നോക്ക്. ഇതെടുത്ത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും മനസ്സിലാകും തോമസ്ലിയ അല്ല ഈ ബൈബിള് കൊണ്ടുവന്നത്, മലയാളം ബൈബിള് കൊണ്ടുവന്നത്. സുറിയാനി ഭാഷയിൽ നിന്ന് നമ്മൾ തർജ്ജമ ചെയ്യപ്പെടുമായിരുന്നു. പിന്നെ ഈ കത്തോലിക്ക സഭയുടെ ഈ ബൈബിളായിരുന്നാലും കറക്റ്റ് സുറിയാനി സുറിയാനി ഭാഷ മാത്രമല്ല, ആ ബൈബിളിനെ മാത്രം ആസ്പദമാക്കി അല്ല എടുത്തിരിക്കുന്നത്. ബാക്കി ഉള്ള ഭാഷയിലെ ഇതും കൂടെ നോക്കിയാണ് ഇത് എടുത്തിരിക്കുന്നത്. അതൊക്കെ ഒരുമാതിരി നമുക്ക് വായിക്കുന്നവർക്ക് ഐഡിയ ഉണ്ടാകുന്ന രീതിയിലായിട്ട് ആ പ്രസ്താവന എന്ന പേജിലായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആൻറ്റിക്കത് അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഞങ്ങൾ അതൊക്കെ പറഞ്ഞങ്ങ് പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആൻറ്റി എന്നെ വിളിച്ചിട്ട് ആൻറ്റി എന്നോട് പറഞ്ഞു, മോളെ അക്സ, ഞാനത് വായിച്ചിട്ട് ഞങ്ങളുടെ ലീഡറിനോട് പറഞ്ഞു. അതായത് ഇവർക്ക് എന്തോ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്തോ ഉണ്ട്, ലീഡറിനോട് പറഞ്ഞപ്പോൾ ആ ലീഡർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇത് ചെറുത്താൻ എഴുതി ചേർത്ത ഭാഗമാണ്, ഇത് തെറ്റാണ്.
ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ തലയിലെ കിളി മൊത്തം പറന്നുപോയി. അതുകൊണ്ട് ആ ഭാഗം വായിക്കാൻ പാടില്ല അത്രേ എന്ന് പറഞ്ഞു. അതങ്ങനെ നിന്ന് ആൻറ്റി ഈ ബൈബിൾ എഴുത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് തുടർന്നു. അപ്പോൾ വീട്ടിൽ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. അപ്പം എൻ്റെ സുഹൃത്ത്, അതായത് ആ ആൻറ്റിയുടെ മരുമകൾ, അവർ വീട് മാറി താമസിച്ചു, വേറെ വീട്ടിലേക്കായി. അപ്പോൾ ഇപ്പോൾ ആ ആൻറ്റി ഒരു 70-75 വയസ്സുണ്ട് അവർക്ക്. അവരിപ്പോൾ തനിയെ മക്കളൊന്നും കൂടെയില്ല, തനിയാണ് അവിടെ താമസിക്കുന്നത്. കാരണം ആൻറ്റിക്ക് ഈ ബൈബിൾ ഇങ്ങനെ അങ്ങ് കയറി പിടിച്ചിരിക്കുകയാണ്, തോമസ് ലീഹ കൊണ്ടുവന്ന ബൈബിള്. അതുപോലെ തന്നെ ഇത് എഴുതണമെന്ന് മരുമോളെ അങ്ങ് ഇൻസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് എഴുതിയാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരത്തുള്ളൂ എന്നുള്ള ഒരു രീതിയിലായിട്ട് വന്നു. അപ്പം അവർ പതുക്കെ കുടുംബകാലം ഒത്തിരി അങ്ങ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പതുക്കെ വീട് മാറി താമസിക്കണം. അപ്പം കഴിഞ്ഞ ദിവസവും എനിക്ക് പരിചയമുള്ള ഒരാൾ ഇങ്ങനെയൊരു ഇത് പറഞ്ഞു. അവരുടെ അമ്മായിയമ്മയും ഇതുപോലെ ബൈബിൾ എഴുത്ത് തുടങ്ങി. അപ്പോൾ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത് തന്നെ, പൂർവികർ ബൈബിള് വായിക്കാത്തതുകൊണ്ട് ആ ശാപമെല്ലാം ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഇരുന്ന് ബൈബിൾ എഴുത്ത് തുടങ്ങി. അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടെ പ്രശ്നം കടന്നുപോയി. കാരണം മരുമകളോട് മാത്രമല്ല കൊച്ചുമക്കളോടും കൂടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിള്ളേരെ 8ാം ക്ലാസ്സിലാണ്, 8ലും ഒരാൾ 12ലുമാണ് പഠിക്കുന്നത്. അപ്പോൾ അവരും കൂടെ എഴുതണമെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കിടന്ന് വഴക്കാണ്. അപ്പോൾ ഇത് പറഞ്ഞാണ് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യേ, ബൈബിളിൻ്റെ ഈ ഭാഗം ഒന്ന് എടുത്തൊന്ന് ആ പ്രസ്താവന എന്നുള്ളത് എടുത്തൊന്ന് വായിക്കാൻ കൊടുക്കും. പിന്നെ ഗൂഗിളിലൊക്കെ ഇട്ടൊന്ന് കൊടുക്കും. അപ്പോൾ ഗൂഗിളിലൊക്കെ ഇപ്പോഴത്തെ ഏത് പ്രായത്തിലുള്ളവർക്കും എടുത്ത് നോക്കിയാൽ അവർക്കറിയാം, അവരിപ്പം നോക്കുന്നവരാണ്, നോക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് ഓർമ്മ വന്നത്. കാരണം ഇത് എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരും ഈ എറണാകുളം, ചാലക്കുടി, തൃശ്ശൂർ സൈഡിലായിട്ട് ആ ഒരു ഏരിയയിലായിട്ട് ജീവിക്കുന്ന സ്ത്രീകളാണ്. അവിടെ കൂടുതൽ ധ്യാന കേന്ദ്രങ്ങളും ഉണ്ട്, അതുപോലെ ചെറിയ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. അപ്പം ഇതിനോടൊപ്പം പറഞ്ഞു കൊടുക്കുന്ന ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ്, മധ്യസ്ഥ പ്രാർത്ഥന, ഇതിനോടൊപ്പം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നിങ്ങൾ സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ടില്ലേ, അന്ന് നിങ്ങൾക്ക് ബൈബിളും കൂടെ വാങ്ങിക്കാമായിരുന്നല്ലോ. അപ്പം നിങ്ങളുടെ പൂർവികർ, നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ ചെയ്ത തെറ്റാണ്. അന്ന് നിങ്ങളെ കെട്ടിച്ച സമയത്ത് നിങ്ങൾക്ക് സ്വർണ്ണമൊക്കെ തന്നിട്ടുണ്ട്. അന്ന് ബൈബിൾ കോസ്റ്റ്ലി ആണ്. കാരണം 10 വർഷം മുമ്പ്, 20 എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളിന് 20-25 വർഷം, 20 വർഷത്തെ 1992 ഞാൻ വാങ്ങിയ, എനിക്ക് എൻ്റെ അപ്പം മേടിച്ചത് ബൈബിളാണ്. അപ്പോൾ ആ ബൈബിൾ അന്ന് 100 രൂപയായിരുന്നു. അപ്പം ഇന്നും ഒരു ബൈബിൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 100 രൂപയ്ക്ക് കിട്ടും. അപ്പം അന്നത്തെ 100 രൂപയും ഇന്നത്തെ 100 രൂപയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പം അപ്പം ഇവരോട് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് നിങ്ങൾ സ്വർണം വാങ്ങിച്ചില്ലേ, സ്വർണം വാങ്ങിച്ചപ്പം നിങ്ങളൊരു പൈസ കൊടുത്താണ് വാങ്ങിയത്. അന്ന് നിങ്ങൾക്ക് ബൈബിള് പോലും വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പം ഈ 1990 കാര്യമൊന്നും അല്ല ഇവർ പറയുന്നത്. 1900 ആ ഇയറിലെ കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ആ സമയത്ത് നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർക്ക് ബൈബിള് വായിക്കാമായിരുന്നില്ലേ, മേടിച്ച് ഇത് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. പക്ഷെ സ്വർണ്ണമൊന്നും മേടിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. അതുകൊണ്ട് പരിഹാരമായിട്ട് സ്വർണം കൊണ്ടുപോയി നേർച്ചപ്പെട്ടിയിലിടുക. ഇത് നന്നായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇത് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചെറുത്താൻ വെച്ച ഈ ഒരു 2 പേജ് ഈ ബൈബിളിൽ കിടപ്പുണ്ട്. ബൈബിളിൻ്റെ ഹിസ്റ്ററി, എന്നാണ് മലയാളം ബൈബിൾ കത്തോലിക്കർക്ക് വായിക്കാൻ കിട്ടി തുടങ്ങിയത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്. അപ്പം കുറച്ച് ചരിത്രമൊക്കെ അറിഞ്ഞിരുന്നില്ലെങ്കിൽ ശരിക്കും സ്ത്രീകൾ പറ്റിക്കപ്പെടും. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ. ഒരു വീട്ടിലെ ഒരു സ്ത്രീ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വീട്ടിലെ പുരുഷനും കൂടെ അതിന് ഉള്ള ഉത്തരവാദിത്വമുണ്ട്. കാരണം അറിയത്തില്ലെങ്കിൽ അതവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം ഇത് എല്ലാവരും ഒന്ന് വായിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്.
ബൈബിൾ എന്നാണ് നമുക്ക് കൈ കിട്ടിത്തുടങ്ങിയത്. ഇനി നിങ്ങളുടെ വീട്ടിൽ ആദ്യം വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടിയായിരുന്നു, ആ വചനം വായിക്കാഞ്ഞിട്ടാണ് നിങ്ങളുടെ വീട്ടിലായിട്ട് കഷ്ടപ്പാടും ദുരിതങ്ങളും വരുന്നത് എന്ന ഒരു ചിന്ത എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ വചനം കിട്ടിയിട്ട് ഇത്രയും നാളുകളെ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് സുറിയാനി ഭാഷയിലായിരുന്നു ആദ്യത്തെ ബൈബിൾ വിവർത്തനം ചെയ്തത്. അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് സത്യവേദ പുസ്തകമാണ്. അത് അപ്പം പുതിയ നിയമമായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചഗ്രന്ഥിയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ആ ബുക്ക് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വന്നത് ഇതാണ് പുതിയ നിയമവും പഴയ നിയമവും കൂടെ ചേർന്നുള്ളത്. ഇതിനു മുമ്പ് പുതിയ നിയമം ഉണ്ടായിരുന്നു. അത് പുതിയ നിയമം സുവിശേഷവും അപ്പസ്തോല പ്രവർത്തനവും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സങ്കീർത്തനങ്ങളൊന്നും നിങ്ങളുടെ വീട്ടിൽ മുഴങ്ങി കേൾക്കാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്ന രീതിയിലൊക്കെ നല്ല രീതിയിലായിട്ട് ഇങ്ങനെ ഒരു പറച്ചിലുകൾ ഇങ്ങനത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലായിട്ടുണ്ട്. അപ്പോൾ അതിന് പുറകെ പോകുന്ന സ്ത്രീകളുമുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളെ ഒന്ന് ബോധവൽക്കരിക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഇങ്ങനെ പോകുന്നതങ്ങ് പോകും. അപ്പം ഇതിൻ്റെ ഒരു ഉത്ഭവം, ഇതിൻ്റെ ചരിത്രമൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് മനസ്സിലാവും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.